സ്നേഹമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അനുഗ്രഹങ്ങൾ ഏത് സമയങ്ങളിലും നല്ല കാര്യങ്ങളിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന നമ്മളിൽ സദാ വർഷിച്ചുകൊണ്ടിരിക്കുമാറാകട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മഹത്വങ്ങളും അവിടുത്തെ പ്രത്യേകതകളും വിശദീകരിച്ചു കൊണ്ടിരിക്കുകയാണ് നാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടുത്തെ ധാരാളം പ്രത്യേകതകൾ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഉമ്മത്തിന്, അവിടുത്തെ സമുദായത്തിന് മറ്റു സമൂഹങ്ങളെ അപേക്ഷിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സമുദായം എന്ന നിലക്ക് ചില പ്രത്യേകമായ കാര്യങ്ങൾ അല്ലാഹു റബ്ബുൽ ആലമീൻ ഉണർത്തിയിട്ടുണ്ട്. മനുഷ്യരൊക്കെ ഏറ്റവും കൂടുതൽ ഭീതിയോടുകൂടെ അതേ കേൾക്കുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരു സംഗതി നാളെ പരലോകത്ത് വരാനുണ്ട്. സഹീഹുൽ ബുഖാരിയിൽ നമുക്ക് കാണാം, ഫയുളറബുസ് സിറാത്തു ബൈന ദഹ്റാനൈ ജഹന്നം. കത്തിയാളുന്ന നരകത്തിയുടെ ജഹന്നമിന്റെ മുകളിലായിക്കൊണ്ട് സിറാത്ത് എന്ന പാലം ഏർപ്പെടുത്തപ്പെടും. ഒരു പാലം കടക്കാനുണ്ട്, സിറാത്ത്. അത് കടന്നിട്ട് വേണം സ്വർഗത്തിലേക്ക് പോകാൻ. ഒരുവിധമുള്ള ആളുകളൊക്കെ, പാപികളൊക്കെ കടക്കാൻ കഴിയാതെ താഴത്തേക്ക് വീഴും. എന്റെ സമുദായത്തെ കൊണ്ട്, പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ തന്റെ സമുദായത്തെ കൊണ്ട് ആദ്യമായി ആ പാലം മുറിച്ചു കിടക്കുന്ന വ്യക്തി ഞാനായിരിക്കും. അവിടുത്തെ കൂടെ കടക്കാൻ അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, വളരെ ഭീതിജനകമായ അവസ്ഥയാണ് ആ പാലത്തെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. വലാ യതകല്ലമു യൗമൈദിൻ അഹദുൻ ഇല്ലർ റുസുൽ. പ്രവാചകന്മാരല്ലാതെ ആ സമയത്ത് ഒരാളും ഒരക്ഷരം സംസാരിക്കൂല. ആ പാലം വിട്ട് കിടക്കുമ്പോ ഒരാളും ഒന്നും സംസാരിക്കൂല. എന്തെങ്കിലും ഒരു സംസാരം ഉണ്ടെങ്കിൽ തന്നെ അത് നബിമാര് മാത്രമാ പറയാ. എന്താ നബിമാരെയും സംസാരം? വേറെ വർത്താനൊന്നുമല്ല. അന്നേ ദിവസം പ്രവാചകന്മാരുടെ പോലും സംസാരം എന്താണ്? വാക്കെന്താണ്? അല്ലാഹുമ്മ സല്ലിം, അല്ലാഹുമ്മ സല്ലിം സല്ലിം. അല്ലാഹ് രക്ഷിക്കണേ, അല്ലാഹ് രക്ഷപ്പെടുത്തണേ, അല്ലാഹ് രക്ഷപ്പെടുത്തണേ എന്നിങ്ങനെ പ്രവാചകന്മാര് പോലും രക്ഷയ്ക്ക് വേണ്ടി, സമാധാനത്തിന് വേണ്ടി ചോദിച്ചു കൊണ്ടിരിക്കുന്ന നേരമാണത്. മാത്രമല്ല, എന്തിന്റെ മുകളിലാണ്? ജഹന്നമിന്റെ മുകളിലാണ് അത് ഏർപ്പെടുത്തപ്പെട്ടിട്ടുള്ളത്. ആ പാലം ഫീ ജഹന്നമ കലാലീബു മിസ്ലു ശൗക്കി സഅദാൻ. സഅദാൻ ചെടിയുടെ മുള്ള് പോലെയുള്ള ചില കൂർത്തമൂർത്ത കൊളുത്തുകൾ ആ നരകത്തിനുണ്ട്. അതിന് പ്രത്യേകമായ പാലത്തിലൂടെ കടന്നു പോകുന്ന ആളുകളെ പിടിച്ചു കൊളുത്തി വലിക്കാൻ സഅദാൻ മുള്ള് പോലെയുള്ള കൊളുത്തുകളുള്ള ചില കൊളുത്തുകളുണ്ട്. അത് അറബികൾക്ക് മനസ്സിലാകും. സഹാബത്തിനോടാണ് അല്ലാഹുവിന്റെ റസൂൽ സംസാരിക്കുന്നത്. ഹൽ റഅയ്തും ശൗക സഅദാൻ. സഅദാൻ മുള്ള് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? സഹാബിമാരോട് ചോദിക്കുകയാണ്, നിങ്ങൾ സഅദാൻ മുള്ള് കണ്ടിട്ടുണ്ടോ? നമുക്കിപ്പോ ഇത് പറഞ്ഞാൽ മനസ്സിലാവില്ല. അന്ന് അവിടെ ഏറ്റവും ഭീതിയോടെ മരുഭൂമിയിൽ അവർ കാണുന്ന ഒരു മുള്ളാണ് സഅദാൻ മുള്ള്. അതിന്റെ രൂപവും, അത് തട്ടിയാലുള്ള നീറ്റലും, അതിന്റെ വിഷവും, അതിന്റെ ആകൃതിയും ഒക്കെ വളരെ ഭീതിജനകമാണ്. ആരും അവർ പറഞ്ഞു, നഅം, അതെ നബിയെ, ഞങ്ങൾക്കറിയാം. ഖാല ഫഇന്നഹാ മിസ്ലു ശൗക്കി സഅദാൻ. എന്നാൽ അതുപോലിരിക്കും ഇതിന്റെ കൊളുത്തുകൾ. ഗൈറ അന്നഹു ലാ യഅലമു ഖദറ ഇൽമിഹാ ഇല്ലല്ലാഹ്. അതിന്റെ വലുപ്പവും മഹത്വവും നിങ്ങൾ മരുഭൂമിയിൽ കാണുന്ന സഅദാൻ മുള്ളിന്റെ മാതിരിയാണെന്ന് ധരിക്കരുത്. അതിന്റെ വലിപ്പവും അതിന്റെ ഭീതിയും ഒക്കെ എത്രയാണെന്ന് അല്ലാഹുക്കല്ലാതെ അറിയൂല. ഒരു ഏകദേശം നിങ്ങൾക്ക് മനസ്സിലാകാൻ പറഞ്ഞതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. എന്നിട്ട് പറഞ്ഞു, എന്താണ് ആ കൊളുത്തിന്റെ പണി? തഖ്തഫുന്നാസ ബിഅഅമാലിഹിം. ആളുകളുടെ അമലുകൾക്കനുസരിച്ച് ജനങ്ങളെ അത് റാഞ്ചി വലിക്കും നരകത്തിലേക്ക്. ഈ പാലത്തിലൂടെ കിടക്കുന്ന ആളുകളെ ഓരോരുത്തരുടെ അമലിനനുസരിച്ച് ചിലരാണ് കാല് വെക്കുമ്പോഴൊക്കെ തന്നെ കൊളുത്തി വലിച്ചിട്ടു, ചിലർ കുറച്ച് മുന്നോട്ട് പോയപ്പോഴൊക്കെ കൊളുത്ത് വലിച്ചിട്ടു. അങ്ങനെ വളരെ പ്രയാസപ്പെട്ട് ആ സിറാത്തിലൂടെ ചില വിശ്വാസികൾ മിന്നൽ വേഗതയിൽ പോകും, കാറ്റു വേഗതയിൽ പോകും, വളരെ കുതിരയുടെ വേഗതയിൽ പോകും, നടന്നു പോകും.
വീഴാൻ പോയും പ്രയാസപ്പെട്ടുകൊണ്ടുമൊക്കെ അവസാനം എത്തും. അപ്പോഴൊക്കെ അള്ളാന്റെ റസൂൽ ഇങ്ങനെ, നബി ആദ്യം കടന്നിട്ടുണ്ട്, എന്നിട്ട് അവിടുന്ന് ഇങ്ങനെ പറയും, അല്ലാഹുമ്മ സല്ലിം, അല്ലാഹുമ്മ സല്ലിം, 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 അല്ലാഹ് രക്ഷപ്പെടുത്തിന്റെ ഉമ്മത്തിനെ രക്ഷപ്പെടുത്ത് എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെയുണ്ട്. അതെ, ആദ്യമായിട്ട് വളരെ ഭീതിജനകവും പ്രയാസകരവുമായ ഈ അത്ഭുതകരമായ ഈ സിറാത്ത് മുറിച്ചു കിടക്കുന്ന ആദ്യ വ്യക്തി ഞാനായിരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കണം. ഇതൊക്കെ അവിടുത്തെ മഹത്വങ്ങളാണ്, നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ ഈ സിറാത്തിനെ നിഷേധിക്കുന്ന ഹദീസ് നിഷേധികളുണ്ട്. അള്ളാന്റെ റസൂൽ വിശദീകരിച്ച ഈ സിറാത്തുണ്ട്, അങ്ങനെ ഒരു പാലോ അതിന് മുകളിൽ കൂടി നടത്തോ? നരകത്തിന്റെ മേലെ ഒരു പാലം കിട്ടിയ പിന്നെ അത് കരിഞ്ഞോണ്ട് പോകൂലേ? പിന്നെ അതിമ പാലം നിൽക്കുവോ? പിന്നെ അതിമ കൂടി എങ്ങനെ നടന്നു പോയാല്? അങ്ങനെ ഒരു വഴുവഴുപ്പുള്ള പാലോ അതൊന്നുമില്ല, അതൊക്കെ വെറുതെ പറയുന്നതാണ് എന്ന് പറഞ്ഞ് സഹീഹുൽ ബുഖാരിയിലുള്ള മുസ്ലിമിലൊക്കെയുള്ള ഈ സംഭവത്തെ നിഷേധിക്കുന്ന ആളുകളുണ്ട്. നമ്മുടെ കേരളത്തിൽ തന്നെ ജീവിച്ചിരിക്കുന്നവരും ഇങ്ങനെ നിഷേധികളുണ്ട്. അവരെ ബുദ്ധിക്ക് യോജിച്ചില്ല, അവരെ ബുദ്ധിക്ക് അത് അംഗീകരിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ബുദ്ധിക്ക് യോജിക്കാത്ത ഹദീസൊക്കെ ഞങ്ങൾ തള്ളും, അതെവിടെ വന്നാലും ഞങ്ങൾക്ക് പ്രശ്നമല്ല എന്ന നിലയ്ക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വചനങ്ങൾക്ക് അവരവരുടെ ബുദ്ധി അതിന് ഏറ്റവും പ്രാധാന്യം നൽകിക്കൊണ്ട് പ്രമാണങ്ങളെ നിഷേധിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ പെരുകി വരുന്ന ഒരു കാലഘട്ടം അള്ളാഹു അവന്റെ പ്രവാചകനിലൂടെ പഠിപ്പിച്ചതാണെന്ന് വളരെ കൃത്യമായി അതേ സ്വഹീഹായി വന്നിട്ടുള്ളവയോട് മുഴുവനും വളരെ വിനയത്തോടെ സമീപിക്കുന്ന നല്ലവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. എപ്പോഴും ദുആ ചെയ്യണം സഹോദരന്മാരെ. എപ്പോഴാണ് മനുഷ്യൻ വഴിതെറ്റി പോവുക എന്നൊന്നും പറയാൻ കഴിയൂല. ഉൾക്കൊള്ളാൻ കഴിയാഞ്ഞിട്ട് പലരും ഇതൊക്കെ നിഷേധിച്ചിട്ടുണ്ട്. ജീവിച്ചിരിക്കുന്നവരിലുമുണ്ട്, മരണപ്പെട്ടു പോയവരിലും ഉണ്ട്. നമ്മൾ സൂക്ഷിക്കണം, നമുക്ക് ജാഗ്രത വേണം. നമ്മുടെ വിശ്വാസത്തിൽ നിന്നും തകരാറുകൾ സംഭവിച്ചു പോകാൻ പാടില്ല. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനുള്ള പ്രത്യേകമായ മറ്റൊരു പദവി അൽ വസീലത്തു എന്ന ഒരു പദവി എനിക്കുണ്ട്. അത് വേറെ ആർക്കും ഇല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, إذا سمعتم المؤذن فقولوا مثل ما يقول ثم صلوا علي فإنه من صلى علي صلاة صلى الله عليه بها عشرا ثم صلوا الله لي الوسيلة فإنها منزلة في الجنة لا تنبغي إلا لعبد من عباد الله وأرجو أن نكون أنا هو فمن سأل لي الوسيلة حلت له الشفاعة. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇദാ സമിഅ്തുമുൽ മുഅദ്ദിൻ, ബാങ്ക് വിളിക്കുന്ന വ്യക്തി ബാങ്ക് വിളിക്കുന്നത് നിങ്ങൾ കേട്ടാൽ, നമ്മളോട് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ബാങ്ക് നിങ്ങൾ കേട്ടാൽ, ബാങ്ക് വിളിക്കുന്നയാളെ നിങ്ങൾ കേട്ടാൽ, ഫഖൂലൂ മിസ്ല മാ യഖൂൽ, അദ്ദേഹം പറയുന്നത് പോലെ നിങ്ങളും ഏറ്റു പറയണം. ബാങ്കിന് ജവാബ് പറയാ നമുക്ക് എല്ലാവർക്കും അറിയാം. ഹയ്യാൽ സ്വലാഹ് ഹയ്യാൽ ഫലകളിൽ മാത്രം നമുക്ക് വേറെ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്നതാണ്. ഇന്ന് അധികം ഒഴിവായി പോയിക്കൊണ്ടിരിക്കുന്ന സുന്നത്തുകളാണ് അതൊക്കെ. സഹോദരങ്ങളെ, നമ്മളതൊക്കെ ജീവിപ്പിക്കണം. ബാങ്ക് കേട്ട് അതിന് ഇജാബത്ത് പറഞ്ഞ് വളരെ ശ്രദ്ധയോടെ അതിന് മറുപടി പറഞ്ഞ് ആ പുണ്യം നേടാൻ, ഈ പ്രത്യേകമായ അള്ളാഹുവിങ്കൽ നിന്നുള്ള പുണ്യം നേടാൻ നമുക്ക് സാധിക്കണമെങ്കിൽ നമ്മളതൊക്കെ പലപ്പോഴും നമ്മളൊരു ഉദാസീനത നിമിത്തം, നമ്മളെ ശ്രദ്ധയില്ലായ്മ കൊണ്ട്, ബാങ്ക് കേട്ടാൽ തന്നെ നമ്മളതിലേക്ക് ഒരു ശ്രദ്ധ കൊടുക്കാത്തത് കൊണ്ട് നമുക്ക് ആ പുണ്യമൊക്കെ നഷ്ടപ്പെട്ടു പോവുകയാണ്. അതുകൊണ്ട് അതൊക്കെ നമ്മൾ ജീവിപ്പിക്കണം. എന്നിട്ടോ ബാങ്ക് വിളിക്കുന്നവൻ പറയുന്നത് പോലെ പറഞ്ഞിട്ട് സുമ്മ സ്വല്ലൂ അലയ്യ, പിന്നീട് നിങ്ങൾ എനിക്ക് വേണ്ടി സ്വലാത്ത് ചോദിക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് റസൂലുള്ളാഹിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലാം. ഫഇന്നഹു മൻ സ്വല്ലാ അലയ്യ സ്വലാത്തൻ സ്വല്ലല്ലാഹു അലൈഹി ബിഹാ അശറാ, ആരെങ്കിലും എനിക്ക് വേണ്ടി ഒരു തവണ സ്വലാത്തിനെ ചോദിച്ചാൽ അല്ലാഹു അവന് 10 ഗുണം നൽകുന്നതാണ്. ഒന്നിന് 10 സ്വലാത്തിന്റെ പുണ്യം. അതും ആ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. പിന്നീട് അവിടുന്ന് പറയുന്നു, സുമ്മ സലുല്ലാ, പിന്നീട് നിങ്ങൾ അല്ലാഹുവോട് ചോദിക്കണേ, ലീ എനിക്ക് വേണ്ടി അൽ വസീല, നിങ്ങൾ എനിക്ക് വേണ്ടി അല്ലാഹുവോട് വസീലത്ത് എന്ന പദവി ചോദിക്കണം. എനിക്ക് വേണ്ടി നിങ്ങൾ അല്ലാഹുവോട് വസീലത്ത് ചോദിക്കണം. എന്താ ഈ വസീലത്ത്? ഫഇന്നഹാ മൻസിലത്തുൻ ഫിൽ ജന്ന, സ്വർഗ്ഗത്തിലെ ഒരു പദവിയാണത്. ലാ തൻബഗി ഇല്ലാ ലിഅബ്ദിൻ മിൻ ഇബാദില്ലാഹ്, അല്ലാഹുവിന്റെ അടിമകളിൽപ്പെട്ട ഒരടിമക്കല്ലാതെ അത് അല്ലാഹു കൊടുക്കൂല. ഒരാൾക്കേ അത് കിട്ടൂ അടിമകളുടെ കൂട്ടത്തിൽ. വഅർജു അൻ നകൂന അനഹുവ, ആ അടിമ ഞാനായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് അത് എനിക്ക് കിട്ടാൻ നിങ്ങളൊക്കെ പ്രാർത്ഥിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമ്മത്തിനോട് നൽകിയ വസിയത്ത്.
എന്താ അങ്ങനെ പ്രാർത്ഥിച്ചാലുള്ള ഗുണം? ഫമൻ സഅലലിയൽ വസീല, എനിക്ക് വസീലത്തിന് വേണ്ടി ആരെങ്കിലും ചോദിച്ചാൽ ഹല്ലത്ത് ലഹു ശഫാഅ, എന്റെ ശുപാർശ അവന് കരസ്ഥമാകും. അള്ളാഹു ശുപാർശക്ക് അനുവാദം തരുമ്പോ ഇന്ന ആളുകൾക്കൊക്കെ വേണ്ടി ഇത് ശുപാർശ പറഞ്ഞോ എന്ന് പറയുമ്പോ നിങ്ങളൊക്കെ അതിലുണ്ടാവും, എനിക്ക് വേണ്ടി വസീലത്ത് ചോദിച്ചവർക്ക് അത് കിട്ടും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും. അതുകൊണ്ടാണ് നമ്മൾ ബാങ്ക് വിളി കേട്ടാൽ ബാങ്ക് വിളിക്കുമ്പോൾ അതുപോലെ തന്നെ ഏറ്റുപറഞ്ഞ് പിന്നെ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ സ്വലാത്ത് ചൊല്ലി അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവതി തമ്മ വസ്സലാത്തിൽ ഖായിമ ആതി മുഹമ്മദനിൽ വസീല ആതി മുഹമ്മദനിൽ വസീല വൽ ഫദീല വബഅസുഹു മഖാമൻ മഹ്മൂദൻ അല്ലദീ വഅദ്തഹ. അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കുകയാണ് ആ വസീലത്ത് എന്ന പദവി. ഈ ദുആക്ക് എല്ലാ ആളുകൾക്കും ഒരുപക്ഷെ അറിയാമായിരിക്കും, പക്ഷെ പലരും ചിലപ്പോ തെറ്റുകളുണ്ടാകും, അറിഞ്ഞിട്ട് തന്നെ പറയാത്തവരുണ്ടാകും, പറയുന്നവർക്ക് തന്നെയും എന്താണ് ഞാൻ ആ പറയുന്നത് എന്ന് അറിയാത്തവരുണ്ടാകും. സഹോദരങ്ങളെ, നമ്മളൊക്കെ തിരക്കുള്ളവരാണ് എല്ലാവരും. ഇപ്പൊ ഇവിടെ വന്നിരിക്കുന്ന ആരും പണിയും ജോലിയൊന്നും ഇല്ലാത്തവരല്ല, എല്ലാവരും ഡ്യൂട്ടിയും പ്രയാസമൊക്കെ ഉള്ളവരാണ്. പക്ഷെ അതിൻ്റെയൊക്കെ ഇടയിലും നമ്മളിതൊക്കെ പഠിക്കാൻ സമയം കാണണം. നമ്മൾ അതിൻ്റെ ഇടയിലും നമ്മുടെ ജീവിതത്തിന്റെ ഒരുപാട് തിരക്കുകൾക്കിടയിലും നമ്മുടെ ആഖിറം നന്നാകുവാൻ ആവശ്യമായ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ഇത്തരത്തിലുള്ള ദുആകളൊക്കെ നമ്മൾ പ്രത്യേകമായി പഠിക്കാനും അതിന്റെ അർത്ഥവും ആശയവും ഒക്കെ ഉൾക്കൊള്ളാനും വേണ്ടി സഹോദരന്മാരെ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട് എന്ന് എന്നോടും നിങ്ങളോടും ഉണർത്തുകയാണ്. ഇനി സഹോദരങ്ങളെ, ഇനിയും സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വലിയ പ്രത്യേകതകളും പ്രാധാന്യങ്ങളും നമുക്ക് വിശദീകരിക്കുവാനുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിലൂടെ നമുക്കത് പറയണം. സർവശക്തനായ നാഥൻ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ യഥാർത്ഥമായ രൂപത്തിൽ അറിയുവാനും അവിടുത്തെ പഠിപ്പിച്ച പാത പിൻപറ്റിക്കൊണ്ട് അവിടുത്തോട് ശരിയായ നിലക്കുള്ള മഹബത്ത് നിലനിർത്തി അള്ളാഹുവിന്റെ മഹബത്തിന് അർഹരായി തീരുന്ന നല്ലവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുവാനും സർവശക്തൻ നമ്മെ തുണക്കുമാറാകട്ടെ. എല്ലാ പ്രതിസന്ധികളിലും പ്രയാസങ്ങളിലും സർവശക്തൻ മനസ്സമാധാനവും എല്ലാ നിലക്കുള്ള ഐശ്വര്യങ്ങളും അനുഗ്രഹങ്ങളും അവൻ നമ്മിൽ സദാ വർഷിച്ചു കൊണ്ടിരിക്കുമാറാകട്ടെ.